കോട്ടയിൽ ആരുടെയും കണ്ണീരൊപ്പാൻ വന്നതല്ല ഞാൻ. പക്ഷെ കരയിക്കുന്നവന്റെയൊക്കെ തല ഞാൻ അടിച്ചു പൊളിക്കും. സാറേ, അവൻ ഛർദ്ദിച്ചു, പക്ഷെ മാല കിട്ടില്ല. ഇനി ഇടിക്കണം. ഹായ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മറ്റൊരു വിജയമാടി നേടിയിരിക്കുക. സമനില പ്രതീക്ഷ ഈ ഒരു മത്സരത്തിൽ അവസാന മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് രക്ഷകനായി മാത്യൂസ് എർണാണ്ടസ് മാറുന്നത്. സോ അതിൽ എടുത്തു പറയേണ്ട ഒരു താരം തന്നെയാണ് എബിൻ ദാസ്. ഈ ഒരു മത്സരത്തിലും എബിൻ ദാസിന്റെ അസിസ്റ്റോട് കൂടി ഈ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച അസിസ്റ്റ് നേടിയ താരം എബിൻ ദാസ് തന്നെയാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു താരമുണ്ട്, ഐബൺ ടോണി. സോ എന്തൊരു പെർഫോമൻസ് ആണ് ഐബൺ ടോണി കാഴ്ചവെച്ച്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു താരം തന്നെയാണ് കെവിൻ യോ. സോ പുള്ളിക്കാരൻ നന്നായിട്ട് എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ട്. അതായത് സെക്കൻഡ് ഹാഫിന്റെ അവസാന മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് പ്രഷർ നേരിട്ടു. ആ സമയത്ത് ഒഡീഷ എഫ് സി നിരന്തരമായിട്ട് അറ്റാക്കിംഗ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ കെവിൻ യോക്കാണ് കുറച്ചുമാടിയും എതിർ ടീമിനെ നന്നായിട്ട് പ്രഷർ ചെയ്യിപ്പിക്കുന്നത്. സോ റൺ ചെയ്ത് വളരെ കുതിച്ചു പായുന്ന ഒരു കെവിൻ യോക്കിനെ തന്നെയാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടത്. പക്ഷെ പുള്ളിക്കാരന്റെ ഒരു ഫൈനൽ ടച്ച് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിഗംഭീര പ്ലെയർ തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിജയമാണ് സ്വന്താക്കി. സോ വളരെ ഹാപ്പിയാണ്. ഈ ഒരു വിജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോ 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട താരമാണ് റഹീം അലി. അതോടെ തന്നെ റഹീം അലിയെ പിടിച്ചു കിട്ടുന്നതിൽ ഒരു പരിധി വരെ സേഫ് അത് പരിഹരിച്ചു എന്ന് വേണം പറയാം. അങ്ങനെ അവസാന മിനിറ്റിലാണ് കെവിൻ യോക്കിന്റെ ഒരു ഗംഭീര റണ്ണിങ്. സോ ഒരു റണ്ണിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ അജിസൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അജിസൽ നിൽക്കുന്നത് ഓഫ് സൈഡിലാണ്. ആ സമയത്താണ് കെവിൻ യോക്ക് പെട്ടെന്ന് പോയിട്ട് ആ ഒരു പന്ത് ഫിനിഷ് ചെയ്യുന്നത്. പക്ഷെ അത് ഓഫ് സൈഡ് ആയിട്ട് മാറി. കെവിൻ യോക്ക് സെലിബ്രേഷൻ ഒക്കെ ചെയ്ത് ജെയ്സൊക്കെ ഊരി ഒരു യെല്ലോ കാർഡ് കിട്ടി. അപ്പൊ എന്തായാലും വീഡിയോനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്ത മത്സരം മുഹമ്മദ് എഫ്സിക്കെതിരെയാണ്. അതും ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ആക്ച്വലി വെസ്റ്റ് വുഡ് ഇല്ലായിരുന്നു, അതുപോലെ KP രാഹുലും കളിച്ചിട്ടില്ല. സോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൻ ഒക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.